നിങ്ങൾ വീട്ടിൽ ജമാഅത്തായി തറാവീഹ് നിസ്കരിക്കാറുണ്ട്. ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും എല്ലാവരും അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? 2 റക്അത്ത് കഴിഞ്ഞ ഉടനെ അടുത്ത 2 റക്അത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നതോ അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള നമ്മുടെ ദിക്റുകൾ ചെല്ലാൻ പറ്റുമോ എന്നൊക്കെയാണ് ശ്രോതാവിൻ്റെ സംശയം. തറാവീഹ് നമസ്കാരം, ആ നമസ്കാരത്തിന് അങ്ങനെ ഒരു പേര് തന്നെ വരാനുള്ള കാരണം ഇടയ്ക്ക് വിശ്രമം ഉള്ളത് കൊണ്ടാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ കുറിച്ച് വന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഖിയാമുൽ ലൈലി മസ്ന മസ്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് ആ രൂപത്തിൽ നമസ്കരിക്കുമെന്നാണ്. പിന്നെ ചില റിപ്പോർട്ടിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിക്കും, പിന്നെ സലാം വീട്ടും, പിന്നെ ഒരല്പം വിശ്രമിക്കും, പിന്നെ 2 റക്അത്ത് നമസ്കരിക്കും, സലാം വീട്ടിയിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കും. ഈ രൂപത്തിൽ ചില സന്ദർഭങ്ങളിൽ 4 വരെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പിന്നെ വലിയ റെസ്റ്റ് എടുക്കാതെ അങ്ങനെ 2 നമസ്കാരങ്ങൾക്കിടയിൽ കുറച്ച് വിശ്രമം എടുക്കുക, വീണ്ടും നമസ്കരിക്കുക. ഈ ഒരു രീതിയാണ് രാത്രി നമസ്കാരങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ 2 നമസ്കാരങ്ങൾക്കിടയിൽ, ഈ 2 റക്അത്തിൻ്റെയും അടുത്ത 2 റക്അത്തിൻ്റെയും ഇടയിൽ നമ്മൾ എടുക്കുന്ന ഈ റെസ്റ്റ്, ഈ വിശ്രമത്തിൻ്റെ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങളിൽ വ്യാപൃതമാവുകയാണ് ചെയ്യേണ്ടത്. വെറുതെ അനാവശ്യമായ സംസാരങ്ങളിൽ മുഴുകുക എന്നുള്ളത് പാടില്ലാത്തതാണ്. കാരണം നമ്മളൊരു ഇബാദത്തിലാണ്, ഒരു ആരാധനയിലാണ്, ആ ആരാധനയുടെ ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ സംസാരങ്ങൾ, വെറുതെയുള്ള നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാതെ പിന്നെ ദിക്റുകളോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് മുഴുകുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ദിക്റുകൾ ചെല്ലുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതായ വാരിദായി വന്ന സ്വഹീഹായ നമുക്ക് ഇഷ്ടമുള്ള ദിക്റുകൾ അല്ലെങ്കിൽ ചെറിയ പ്രാർത്ഥനകളൊക്കെ ആ സമയത്ത് നമുക്ക് നിർവഹിക്കാം. പക്ഷെ നമ്മുടെ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളിൽ കാണുന്നത് പോലെ ഈ തറാവീഹ് നമസ്കാരത്തിന്റെ 2 റക്അത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 റക്അത്ത് കഴിയുമ്പോൾ ഇന്ന പ്രത്യേകമായൊരു ദിക്റ് ഉസ്താദ് ചൊല്ലിക്കൊടുക്കുകയും അത് ബാക്കിയുള്ള ആളുകളെ ഏറ്റു പറയുകയും ചെയ്യുന്ന ഒരു രീതി, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അനാചാരമാണ്, പാടില്ലാത്ത കാര്യം. ഒരാളിങ്ങനെ ദിക്റ്, ഒരു പ്രത്യേകമായ ദിക്റ് ഒരാളെ ചൊല്ലുക, അത് ആവർത്തിച്ച് ചൊല്ലുക, ശബ്ദത്തിൽ എല്ലാവരും കൂട്ടത്തോടെ ചൊല്ലുക, ഇങ്ങനെയുള്ള രീതികളൊന്നും പാടില്ലാത്തതാണ്, അത് അനുവദനീയവുമല്ല. എന്നാൽ ഒരു വ്യക്തിക്ക് സ്വന്തം അയാൾക്ക് കേൾക്കാവുന്ന രൂപത്തിൽ പതിയെ തൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ തനിക്ക് കേൾക്കാവുന്ന ചെറിയ ശബ്ദത്തിൽ തനിക്കറിയാവുന്ന ദിക്റുകൾ, അതുപോലെ തന്നെ ചെറിയ ഖുർആന്റെ ആയത്തുകൾ, അതല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ചില വചനങ്ങൾ, ഇതൊക്കെ ഈ 2 റക്അത്തുകൾക്കിടയിലുള്ള വിശ്രമ സമയത്ത് ചൊല്ലുക എന്നുള്ളത് അനുവദനീയമാണ്. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അനാവശ്യമായ സംസാരങ്ങളോ മറ്റു കാര്യങ്ങളിലേക്കോ പോവുകയല്ല ചെയ്യേണ്ടത്. അപ്പം അത് അനുവദനീയമാണ് എന്നത് പറയുമ്പോൾ തന്നെ ഇസ്ലാം വിലക്കിയ രൂപത്തിലേക്ക് ആ ദിക്ർ ചെല്ലുക എന്നത് പോകാതിരിക്കാൻ കൂടി ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു തആല ആലം.